നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിയാൻ വിക്രം ചിത്രം വീരധീര ശൂരനിലെ ആദ്യ ഗാനം കല്ലൂരം റിലീസായി. ചിയാൻ വിക്രമും ദുഷര വിജയനും കല്ലൂരം ഗാനത്തിൽ സ്ക്രീനിലെത്തുമ്പോൾ ചിത്രത്തിൻ്റെ പ്രേക്ഷക പ്രതീക്ഷകൾ ഇരട്ടിയാവുകയാണ്. പ്രണയവും സ്നേഹവും പ്രതികാരവും തുടങ്ങി പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ട ചേരുവകൾ ചേർത്ത് SU അരുൺകുമാർ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ എൻ്റർടൈനർ വീരധീര ശൂരൻ പ്രേക്ഷകന് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. വിവേക് എഴുതിയ കല്ലൂരം ഗാനം ശ്വേതാ മോഹനും ഹരിചരണും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ഇസൈ അസുരൻ GV പ്രകാശ് കുമാർ സംഗീതം നൽകിയ ഈ മെലഡി ഗാനം മിനിറ്റുകൾക്കുള്ളിൽ സംഗീത പ്രേമികളുടെയും പ്രേക്ഷകരുടെയും ഹൃദയം കവരുകയാണ്. ചിയാൻ വിക്രം, SJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, ദുഷര വിജയൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം തേനി ഈശ്വറാണ്. GK പ്രസന്ന എഡിറ്റിംഗും CS ബാലചന്ദ്രൻ കലാസംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് വീരധീര ശൂരൻ. അഭിഷേക് നാമ രചിച്ച് സംവിധാനം ചെയ്യുന്ന വമ്പൻ തെലുങ്ക് ചിത്രമായ നാഗബന്ധത്തിലെ നായകനായ വിരാട് കർണയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ വിരാട് കർണ അവതരിപ്പിക്കുന്ന രുദ്ര എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. തെലുങ്ക് സൂപ്പർ താരം റാണ ദഗുപതിയാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. എല്ലാത്തിൻ്റെയും തുടക്കം രുദ്രയിൽ നിന്നാണെന്നും അവൻ ഉത്തരവുമായി എത്തുമെന്നും ഉള്ള കുറിപ്പോടെയാണ് ചിത്രത്തിന്റെ പ്രീ ലുക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ സംക്രാന്തി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഈ രുദ്ര ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ദി സീക്രട്ട് ട്രഷർ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ. NIK സ്റ്റുഡിയോസ്, അഭിഷേക് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ അന്നപൂർണ റെഡ്ഡി നിർമ്മിക്കുന്ന ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ഇറയും ദേവാൻസ് നാമയും ചേർന്നാണ്. സഹനിർമ്മാതാവ് താരക് സിനിമാസ്. ആത്മീയതയും ആവേശകരവുമായ സാഹസികതയും ഒന്നിക്കുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രത്തിൽ നടേഷ്, ഐശ്വര്യ മേനോൻ എന്നിവർ നായികാവേശത്തിൽ എത്തുന്നു. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ്. നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാം യാമം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു. യുവനായകന്മാരായ ധ്രുവൻ, ഗൗതം കൃഷ്ണ എന്നിവർ ശക്തമായ കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയമായ നടി സ്വാസികയും പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഫോർച്യൂൺ ഫിലിംസിന്റെ ബാനറിൽ R ഗോപാലനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. വിശ്വാസവും അവിശ്വാസവും ഒരേ കുടുംബത്തിൽ നിലനിൽക്കുന്ന തറവാട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ നേമം പുഷ്പരാജ് അവതരിപ്പിക്കുന്നത്. കലാമൂല്യം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം ക്ലീൻ എൻ്റർടൈനറായാണ് ഈ ചിത്രത്തിൻ്റെ അവതരണം. എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ചിത്രമായിരിക്കും രണ്ടാം യാമം. മലയാളത്തിൽ ആദ്യമായി ജാസ്, ബ്ലൂസ്, ടാങ്കോ എന്നീ സംഗീത കോംബോയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ 4 സീസൺസ് ജനുവരി 24-ന് തിയേറ്ററിലെത്തും. സംഗീത വഴിയിൽ തൻ്റെതായ സ്ഥാനവും ഐഡൻറ്റിറ്റിയും സ്ഥാപിക്കാൻ തീവ്രമായി ശ്രമിക്കുന്ന ഒരു ടീനേജുകാരൻ കല്യാണ ബാൻഡ് സംഗീതകാരനിൽ നിന്നും ലോകോത്തര മ്യൂസിക്കൽ ബാൻഡായ റോളിംഗ് സ്റ്റോണിലേക്ക് മത്സരാർത്ഥിയാകുന്നിടം വരെയുള്ള കഠിനാധ്വാനത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും കഥ പറയുന്ന ഒരു ചിത്രം കൂടിയാണ് 4 സീസൺസ്. സ്കൂൾ ജീവിതത്തിൻ്റെ കലണ്ടർ ഇയറിൽ മാറി വരുന്ന 4 ഋതുക്കൾ അനുസരിച്ച് കൗമാരക്കാരുടെ മാനസിക വൈകാരിക അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെയും ചിത്രം കടന്നു പോകുന്നുണ്ട്. മോഡൽ രംഗത്ത് നിന്നെത്തിയ അമീൻ റഷീദാണ് സംഗീതജ്ഞനായ നായക കഥാപാത്രം അവതരിപ്പിക്കുന്നത്. നായികയായി എത്തുന്നത് ഡാൻസറായ റയ പ്രഭു ആണ്. ബിജു സോപാനം, റിയാസ് നർമ്മല, ബിന്ദു തോമസ്, ബ്ലെസി സുനിൽ, ലക്ഷ്മി സേതു, രാജ് മോഹൻ, മഹേഷ് കൃഷ്ണ, ക്രിസ്റ്റീന എന്നിവർക്കൊപ്പം ദയാമറിയം, വൈദേകി, ഗോഡ്വിൻ, അഫ്രി താഹിർ എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. സിദ്ദിഖ്, പ്രിയാമണി തുടങ്ങിയവർക്കൊപ്പം വിവിധ ഭാഷകളിൽ നിന്നുമായി പ്രശസ്തരായ താരങ്ങൾ ഒന്നിക്കുന്ന സൈനൈഡ് എന്ന ചിത്രത്തിൻ്റെ 2ാമത്തെ ഷെഡ്യൂൾ ആരംഭിക്കുന്നു. ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവ് രാജേഷ് ടച്ച് റിവർ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൈനൈഡ് മോഹൻ എന്ന കൊടും കുറ്റവാളിയുടെ യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ സിദ്ദിഖ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. 20-ലേറെ യുവതികളെ പ്രണയം നടിച്ച് ലൈംഗികമായി ഉപയോഗിച്ച ശേഷം സൈനൈഡ് നൽകി കൊലപ്പെടുത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞ വ്യക്തിയാണ് സൈനൈഡ് മോഹൻ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വേഷത്തിൽ പ്രിയാമണി മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സിനിമയുടെ ബാനറിൽ പ്രദീപ് നാരായണൻ നിർമ്മിക്കുന്ന ബഹുഭാഷാ ചിത്രമാണ് സൈനൈഡ്. വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ 1001 നുണകൾ എന്ന ചിത്രത്തിന് ശേഷം താമർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തു വന്നു.
സർക്കിട്ട് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം 2025 ഏപ്രിൽ റിലീസ് ചെയ്യും. അജിത് വിനായക ഫിലിംസ് തന്നെയാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത്. പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിലാണ് സർക്കിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. UAE, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലായി 40 ദിവസം കൊണ്ട് ഒരുക്കിയ ഈ ഫാമിലി ഡ്രാമയുടെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് പൂർത്തിയായിരിക്കുന്നത്. അജിത് വിനായക ഫിലിംസ് നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രമാണിത്. ആസിഫ് അലി നായകനായി എത്തുന്ന ചിത്രത്തിൽ നായികവേഷം ചെയ്തിരിക്കുന്നത് ദിവ്യപ്രഭയാണ്. ദീപക് പറമ്പോൾ, ബാലതാരം ഒർഹാൻ, രമ്യ സുരേഷ്, പ്രശാന്ത് അലക്സാണ്ടർ, സ്വാതിദാസ് പ്രഭു, ഗോപൻ അഡാട്ട്, സിൻസ് ഷാൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തുന്നു. താമര ഒരുക്കിയ ആദ്യ ചിത്രമായ 1001 നുണകൾ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയാണ് നേടിയത്.